നമസ്കാരം. ഉത്തർപ്രദേശിലെ ഗാസിയാബാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന വൻ പാക് ചാര ശൃംഖലയെ ഉത്തർപ്രദേശ് പോലീസ് തകർത്തുവെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തുവരുന്നത്. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനകളുടെ നിർദ്ദേശപ്രകാരം ഭാരതത്തിലെ വിവിധ സൈനിക താവളങ്ങളുടെയും റെയിൽവേ സ്റ്റേഷനുകളുടെയും വിവരങ്ങൾ ചോർത്തി നൽകിയിരുന്ന 22 പേരെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ സ്ത്രീകളും 5 പ്രായപൂർത്തിയാകാത്ത കുട്ടികളും ഉൾപ്പെടുന്നു. ഗാസിയാബാദിലെ കൗശാബി പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണമാണ് രാജ്യത്തെ ഞെട്ടിച്ച ഈ ചാരവൃത്തിയുടെ ചുരുളഴിക്കുന്നത്. ബീഹാർ സ്വദേശി നൌഷാദ് അലിയായിരുന്നു ഈ സംഘത്തിൻ്റെ തലവൻ. സൈനിക താവളങ്ങളുടെയും റെയിൽവേ ലൈനുകളുടെയും ചിത്രങ്ങളും വീഡിയോകളും പകർത്തി അതിർത്തിക്കപ്പുറത്തേക്ക് അയക്കുകയായിരുന്നു ഈ സംഘത്തിൻ്റെ പ്രധാന ജോലി. ഓരോ ദൗത്യത്തിനും 5000 മുതൽ 25,000 രൂപ വരെയാണ് ഇവർക്ക് പ്രതിഫലമായി ലഭിച്ചിരുന്നത്. ദില്ലി ജമ്മു റെയിൽവേ പാതയിൽ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന CCTV ക്യാമറകൾ സ്ഥാപിച്ച് സൈനിക നീക്കങ്ങൾ തത്സമയം പാകിസ്ഥാനിലേക്ക് എത്തിക്കുവാൻ ഇവർ പദ്ധതിയിട്ടിരുന്നതായി പ്രത്യേക അന്വേഷണ സംഘം ഇതിനോടകം കണ്ടെത്തിയിട്ടുണ്ട്. ദില്ലി കണ്ടോൺമെന്റിലും ഹരിയാനയിലെ സോണിപത്തിലും ഇത്തരത്തിലുള്ള ക്യാമറകൾ ഇവർ ഇതിനോടകം സ്ഥാപിച്ചിരുന്നു. പിടിയിലായവരിൽ ഭൂരിഭാഗവും സാങ്കേതിക വിദ്യയിൽ അറിവുള്ള യുവാക്കളും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുമാണ്. മൊബൈൽ റിപ്പയറിംഗ് കടകളിലും CCTV ജോലികളിലും ഏർപ്പെട്ടിരുന്നവരെയാണ് പാക് ഹാൻഡിലർമാർ ഇതിനായി തിരഞ്ഞെടുത്തത്. സുഹൈൽ മാലിക്, നൌഷാദ് അലി, സമീർ തുടങ്ങിയവരാണ് പാകിസ്ഥാനിലിരുന്ന് ഈ ശൃംഖലയെ നിയന്ത്രിച്ചിരുന്നത്. സോഷ്യൽ മീഡിയ വഴിയും എൻക്രിപ്റ്റഡ് മെസ്സേജിംഗ് ആപ്പുകൾ വഴിയുമാണ് ഇവർ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത്. സിവിലിയൻ വേഷങ്ങളിൽ സംശയം തോന്നാത്ത രീതിയിൽ വിവരങ്ങൾ ശേഖരിക്കുവാൻ സ്ത്രീകളെയും കുട്ടികളെയും ഇവർ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. ഇന്ത്യൻ നമ്പറുകൾ ഉപയോഗിച്ച് വിദേശത്തിരുന്ന് വാട്സപ്പ്, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പ്രവർത്തിപ്പിക്കുവാൻ സഹായിക്കുന്ന OTP തട്ടിപ്പ് സംഘവും ഈ ശൃംഖലയുടെ ഭാഗമായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഉത്തർപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലും നേപ്പാളിലും ഈ സംഘത്തിന് ബന്ധങ്ങളുണ്ട്. ജമ്മു കാശ്മീരിൽ മറ്റൊരു വലിയ ഭീകരാക്രമണത്തിന് മുന്നോടിയായുള്ള നിരീക്ഷണമാണ് ഇവർ നടത്തിയിരുന്നത് എന്നാണ് നിലവിൽ സുരക്ഷാ ഏജൻസികളുടെ നിഗമനം. NIA, ATS, വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസ് വിഭാഗങ്ങൾ എന്നിവർ സംയുക്തമായി ഇക്കാര്യത്തിൽ അന്വേഷണം തുടരുകയാണ്. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.